اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധ റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. മരണം വരെ ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ഈമാനോടെ ഞങ്ങളെ നീ ജീവിപ്പിക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ്റെ ഒന്നാമത്തെ ദിവസമാണിത്. റമദാൻ്റെ ಬಗ್ಗೆ സയ്യിദു ശുഹൂർ ഹദീസിൽ വന്നത് 12 മാസങ്ങളുടെ നേതാവ്, തിങ്കളുടെ നേതാവാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാൻ്റെ മഹത്വവും പവറും സത്യവിശ്വാസികളായ ആൾമാർക്ക് വിശദീകരിച്ചു കൊടുക്കണമെന്നില്ല. പരിശുദ്ധ റമദാൻ്റെ ಬಗ್ಗೆ ചൊല്ല് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിക്കറ്റ തിങ്കളാണ്. ഖുർആൻ ഇറങ്ങിക്കറ്റ തിങ്കളിൽ ധാരാളം ഖുർആൻ ഓതണം. അതുപോലെ ധാരാളം ഇൽമുകൾ സമ്പാദിക്കുക. അതൊക്കെ നല്ല സൂക്തമായ പറ്റിയ തിങ്കളാണ് പരിശുദ്ധമായ റമദാൻ. അതുകൊണ്ടാണ് റമദാൻ്റെ എല്ലാ നാളിലും കുറച്ചു നേരം അള്ളാഹുവിൻ്റെ പള്ളിയിൽ ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പരിശുദ്ധ റമദാൻ ചൊല്ലുന്നത് ഇൽമു കൊണ്ടും ഖുർആൻ ഓത്തുകൊണ്ടും ഇബാദത്ത് കൊണ്ടും ധന്യമാവുന്ന എനിക്കൊക്കെ നിങ്ങളാണ്. ഒരാൾ ഒരു അധ്യായം ഇൽമു പഠിക്കുന്നതും 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതും ഏതൊക്കെയാണ് പവർ? അവിടെ ഒരു അധ്യായം ഇൽമു പഠിക്കുന്നതിനാണ് പവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി. അപ്പോൾ ഇൽമു അത്രയും വലിയ പവറുണ്ട്. അത് ഞാനിപ്പോൾ വിശദീകരിക്കില്ല. കഴിഞ്ഞ വർഷം ആദ്യത്തെ ഒരു 10 ക്ലാസ്സോളം ഇൽമുടെ ಬಗ್ಗೆ മാത്രമാണ് ചൊന്നത്. അത് ആവശ്യമുള്ള ആൾമാർ കേൾക്കുക. അറിവുടെ ಬಗ್ಗೆ ഇൽമു സമ്പാദന അത് ഞങ്ങളുടെ ആത്മാവുടെ ഏറ്റവും വലിയ ഭക്ഷണമാണ്, പ്രവിശാലമാണ് ഇസ്ലാമുടെ ഇൽമു. പല വിഷയങ്ങൾ ചെല്ലാം. ഞാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സംഭവങ്ങൾ ഒരു മുഅ്മിനായ ആളെ ജീവിതത്തിൽ വലിയ പാഠങ്ങൾ കൊടുക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. അത് ചൊല്ലണോണ്ട് വിചാരിച്ചിട്ടില്ല, അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം പരിശുദ്ധ ഖുർആൻ്റെ ഒരു സൂറത്ത് മൊത്തം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അത്ഭുതകരമായ സംഭവങ്ങളാണ് വിശദീകരിക്കുന്നത്. അങ്ങനെ വേറെ ഒരാളെ ಬಗ್ಗೆ ഒരു അധ്യായത്തിൽ ഫുള്ളായിട്ട് ചൊന്നിട്ടേ ഇല്ല. സൂറത്ത് യൂസുഫിയുടെ ഫസ്റ്റ് പിടിച്ച് ലാസ്റ്റ് തോറും യൂസുഫ് നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുപോലെ പഠിക്കണമെങ്കിൽ സൂറത്ത് യാസീൻ, സൂറത്തുൽ കഹ്ഫ്, അതെല്ലാം ഞങ്ങൾ എപ്പോഴും ഓതുന്നതാണ്. അതിൽ ആശയങ്ങളും അർത്ഥങ്ങളും അറിഞ്ഞിട്ട് ഓതുമ്പോൾ അതൊക്കെ വലിയ പവറുണ്ട്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹ വിശദീകരണം അങ്ങനെ ചൊല്ലെങ്കിൽ എത്രയും ചൊല്ലാം. അതുപോലെ ദുആകൾ, ഉത്തരം കിട്ട പ്രാർത്ഥനകൾ, ഉത്തരം കിട്ട സമയങ്ങൾ, ഉത്തരം കിട്ട സന്ദർഭങ്ങൾ, സ്ഥലങ്ങൾ, അങ്ങനെ പലതും. അതും ഒരു പ്രവിശാലമായ അധ്യായമാണ്. അതുപോലെ ഇസ്ലാമുടെ അദബുകൾ, അതബും ഓരോന്നും അതബുണ്ട്, മര്യാദയുണ്ട്. അതും ഒരു മുഅ്മിനായ ആൾ പഠിക്കണതാണ്. അതിപ്പോൾ എല്ലാം ഒന്നും ചൊന്നു സാധ്യമേ അല്ല. അത് ഇൻഷാ അല്ലാഹ് ആയുസ്സോടെ ബാക്കി ഇന്നെങ്കിൽ സമയവും സന്ദർഭവും ഇന്നെങ്കിൽ നമുക്ക് പിന്നെ ചെല്ലാം. മീൻ അദബിൽ ഇസ്ലാം ചൊന്നിട്ടുണ്ട്. ഇസ്ലാമുടെ മര്യാദകൾ, അദബ്, എല്ലാത്തിനും മര്യാദയുണ്ട്. നേരത്തെ ഞങ്ങളുടെ ജാബിർ ST അയാൾ റൂം വന്നപ്പോഴൊക്കെ ഞാൻ പോയിട്ട് അദബുടെ ಬಗ್ಗೆ ഓപ്പണാക്കി താരം കേട്ടെന്നാണ്. അപ്പോൾ അയാൾ ചൊന്നാണ് ജാബിർ, ഒരാൾ റൗത്തുക്ക് പോയെങ്കിൽ അതൊരു അദബിന്ദ്രൻ ചൊന്നെങ്കിൽ അത് മീൻ അദബിൽ ഇസ്ലാമാണ്. ഞാൻ ഫോണാക്കിയാൻ പേരില്ല. ഫോണാക്കിയിട്ടാകുമ്പോൾ അപ്പുറത്തങ്ങ് കേൾക്കിടാറ് 6. അപ്പോൾ ഇസ്ലാം നാനും ചൊല്ലവ് തീറാണ്. എല്ലാ പരിപാടി തന്നത് A to Z. കക്കൂസിൽ പോയെങ്കിൽ എങ്ങനെ തെക്കണമെന്ന് ഒരേ പരിപാടി തന്നത്. ഇത് കണ്ടിട്ട് അമുസ്ലിമീങ്ങളായ ആൾമാർ വരെ അത്ഭുതപ്പെട്ടു പോയാൽ നിങ്ങളെ നബിയും ചൊന്നെങ്കിൽ വല്ലാത്ത ഒരാളല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാത്റൂമിൽ പോയിട്ട് എങ്ങനെ തെക്കണമെന്ന് വരെ അതുവരെ പരിപാടി തന്നു. പിന്നെ ബാക്കി വിശേഷം എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം സമ്പന്നമാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് ഗുന്തിക്കാല അത്ര എല്ലാം ഇസ്ലാമിലുണ്ട്, എല്ലാത്തും മതമുണ്ട് A to Z. അപ്പോൾ ആരും കേൾക്കുമ്പോൾ ഞാൻ ഇന്ന ആളും ചൊല്ലണം, അതോടെ തീരണം. പിന്നെ വെറുതെ നാനും ചൊന്നുകൊണ്ടിരിക്കട കുറേ ആൾമാരിക്കട.
അപ്പോൾ ഒരു ഔത്തുക്ക് പോയെങ്കിൽ ഉള്ള ആൾ കേൾക്കിടാറും. അപ്പോൾ അഡ്രസ് ചൊല്ലാം, ഞാൻ ഇന്ന ആളെന്ന് ചൊല്ലാം. അതാണ് മര്യാദ. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമാ ചൊല്ലെ പ്രസിദ്ധരായ സ്വഹാബി. ആ ജാബിർ റളിയല്ലാഹു അൻഹു എൻ്റെ ഉമ്മ വന്ന ജാബിറാണ്. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമാ ചൊല്ലെ സ്വഹാബി. ആ സ്വഹാബിയാണ് ഇങ്ങനെ ചൊല്ലണം പരിപാടി. അപ്പോൾ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔത്തുക്ക് വന്നു. അപ്പോൾ ആരും കേട്ടപ്പോൾ അയാൾ ചൊന്നത് നാണ്. അപ്പം ആരും കേട്ടപ്പോൾ നാനും ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാന്ന് ചെന്നു. ഒരു അർസം എന്ന പോലെ ഇതൊരു അനാന ചെന്നെങ്കിൽ ആറ് നാണ് അങ്ങനത്തെ ഒരാളുണ്ടാകും. കഅന്നഹു കരിഹഹ എന്നിട്ട് അയാളെ ചൊല്ലും. അപ്പോൾ അനാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടമില്ലാത്ത പോലെ ആയിട്ട് നക്കൊന്തൈത്തിരി. അപ്പോൾ പഠിപ്പാട്ടിട്ട് ഔത്തുക്ക് വന്നെങ്കിൽ എന്തിനെ ചൊല്ലണമെന്ന് ചെന്നെങ്കിൽ ആളെ പേര് ചൊല്ലണം, ഇന്ന ആള്. അത് അവിടെ കീത്ത് പിന്നെ ബന്ധുക്ക് അതിന് ഞെക്കാക്കിക്കൊണ്ടിരിക്കുകയില്ല, അവിടെ അത് തീരണം. ഇനി പേര് ചൊന്നിട്ട് ഗൊന്താവില്ലാണ്ടായെങ്കിൽ വേറെ എന്തെങ്കിലും അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ചെല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔത്തർ പുറത്ത് കുറച്ച് പെണ്ണിങ് വന്നിട്ടിന്നാണ്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ പോയി. അത് ആറ് നോക്കുമ്പോൾ സൈനബ് ആരും കേട്ട് അത് സൈനബാണ്. അപ്പോൾ സൈനബ് ചൊന്നും ഗൊത്താവില്ല. സൈനബ് സുമാരില്ലേ അയ്യു സയാനി കേട്ട് ഏത് സൈനബ്? അത് സൈനബ് ഇബ്രാത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ വന്നേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെഞ്ഞായിയായ സൈനബാണ് വന്നത്. അപ്പോൾ അഡ്രസ്സാണ്. അതുപോലെ ഒരാൾ ഔത്തുക്ക് പോയെങ്കിൽ അവത്തെ റൂമിലെ ബായിലിട്ടെന്ന് പേരിക്കാം. ചില ആൾമാരെല്ലാം ബായിൽ മുട്ടുന്നതിനാണ് ബായിലെ പേരെ വെക്കണമെന്ന് അങ്ങനെ കട്ടറിൽ പിടിച്ചിട്ട് നാനൂറ് അസർ റൂമിൽ നിന്ന് നാലാൾ വന്ന് ഇടി പൊടിയാക്കിയ റൂമിൽ ബായിലെ പൊടിയാക്കിയ കട്ടറെ മര്യാദയും വേണ്ട മനസ്സിലാക്കുക. അതപ്പോണ്ടുള്ളൂ. അത് നാനായത് കൊണ്ടല്ല, ആരായാലും നിങ്ങായെങ്കും നിങ്ങളെ റൂമിൽ വന്നിട്ട് മുട്ടുമ്പോൾ മെല്ലെ മുട്ടുന്നുണ്ടാകും. ഇനി ഒതുക്ക മുട്ടിട്ട് അയാൾ എടുത്തില്ല, അടുത്തത് എപ്പോഴാണ് മുട്ടുമുട്ടി ഓടിക്രമാവും. ബായിലത് ഫിറ്റാക്കത്ര സ്വറായിട്ടിരിക്കും. അത് സുലഭം എടുക്കോ സുലഭം താറമാറ മുട്ടൽ ഞങ്ങൾക്ക് അതപ്പു ചൊല്ലതില്ല. അതപ്പു ചെന്നെങ്കിൽ എല്ലാവരുടെയും അതപ്പുണ്ട്. ഏത് സാമാന്യനായ ആളെങ്കിൽ അതപ്പുണ്ട് മര്യാദവും ഓരോരുത്തർക്കും ഔണുകുമേനായ സ്ഥാനമാനങ്ങൾ വെച്ചു കൊടുക്കണോണ്ടാണ്. അത് ഏത് സാമാന്യനായ പാവപ്പെട്ട ആളുവേനാവട്ടെ അവരുടെ മര്യാദ കൊണ്ടു. അതാണ് ഞാൻ ചൊല്ലുന്നത്. മീൻ അദബിൽ ഇസ്ലാം ചൊല്ലുന്നത് ഒരു വലിയ അധ്യായമാണ്. ഇപ്പം ഞാനത് ചൊല്ലില്ല. സുബൈക്ക് നനപ്പായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയത് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് വായിൽ മുട്ടൊക്കെ തീറ എല്ലാവരുടെയും മര്യാദയുണ്ട്. അൻസിലുന്നാസ മനാസിലഹും ഹദീദുലും ആൽമാർക്ക് അങ്കങ്ക് പേനായ സ്ഥാനമാനങ്ങൾ വെച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. അപ്പോൾ വലിയൊരു ആലിം ബന്ധുണ്ടായെങ്കിൽ അയാൾക്ക് അയാളേതായ മഹത്വങ്ങളുണ്ട്. ഒരു സയ്യിദാവുമ്പോൾ സയ്യിദിൻ്റെതായ മഹത്വങ്ങളുണ്ട്. ഒരു പ്രസിഡൻറ്റിൻ്റെ പേരിക്കാം എല്ലാവരുടെയും വണ്ടി പോലെ പ്രസിഡൻറ്റൊട്ടി ഒട്ടറാശം കൊണ്ടുപോയി തീറ. അയാളെന്താ എൻ്റെ പോലെ അല്ലേ? എൻ്റെ പോലെ അല്ല. അയാൾക്ക് തന്നെ സ്ഥാനം ആറുണ്ട്. ഇനി നാളെ നിങ്ങൾ പ്രസിഡൻ്റ് ആയാൽ നിങ്ങൾക്കും സ്ഥാനമോ? എല്ലാവർക്കും സ്ഥാനമുണ്ട്. അവൻ രണ്ടൊട്ടി കളിച്ചോണ്ടിരുന്നവനല്ലേ, എൻ്റെ ക്ലാസ്മേറ്റ് അല്ലേ, അങ്ങനെ ചൊന്നിട്ട് കാര്യമില്ല. ഒരു പള്ളിയിലെ പ്രസിഡന്റ് ഉണ്ടാവുമ്പോൾ അയാൾക്ക് അയാളുടേതായ മഹത്വമുണ്ട്. അതാണ് ചൊന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ചൊന്നത്. അൻസിലുന്നാസ മനാസിലഹും ഒരു കാര്യദർശി ഉണ്ടാവുമ്പോൾ പള്ളിയിലെ കാര്യങ്ങൾ നോക്കി നടത്തിരക്കത്ത ആളാണ്. അയാൾക്ക് അയാളുടേതായ പവറുണ്ട്. എല്ലാവർക്കും പവറുണ്ട്, മഹത്വങ്ങളുണ്ട്. അങ്ങനെ സ്ഥാനങ്ങൾ എനിക്ക് വെച്ചു കൊടുക്കണമോ? ഒരു കക്കൂസുകൾ കിടക്കത്ത ആളുണ്ടായെങ്കിൽ അയാൾക്കും സ്ഥാനമുണ്ട്, അയാൾക്കും പവറുണ്ട്. അയാളെ ഇൻസൾട്ടാക്കുകയില്ല. അപ്പോൾ ഇക്കത്ത് ഒരാൾ ഔത്ത് റൂമുക്ക് പോയെങ്കിൽ മെല്ലെ മുട്ടുന്നുണ്ടാണ്. അപ്പോൾ ഒതുക്ക മുട്ടിയിട്ട് ഇനി അടുത്തത് എപ്പം മുട്ടേ അവിടെ ഇമാമിങ്ങൾ ചെന്നാൽ ഒരു 4 റക്അത്ത് നിസ്കരിക്കുന്ന കതിർമുണ്ട് തെക്കണം, പിന്നെ മുട്ടണം. അതെന്തെങ്കിലും ചൊല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കോ ചാൻസ് ഉണ്ട്. നോക്കുക ഇങ്ങനെ ഒരു ചന്തത്തെ അതപ്പ് പഠിപ്പാട്ടിയ ധർമ്മ എവിടേക്കാൾ ഞങ്ങൾ ആക്കില്ലാൻ മാത്രം ഞങ്ങൾ ഒട്രാസിയാക്കറേ ഞങ്ങൾ കണ്ടകാർ ഇസ്ലാം പറയില്ല എത്ര സുലാഭത്ത്. അതെന്ത് ഇസ്ലാമല്ല. ഞങ്ങൾ ഇതിൻ്റെ ആക്കരുത് എന്ത് ഇസ്ലാം ഉണ്ടാകും വിചാരിച്ചിട്ടുണ്ട്. ഇസ്ലാം ഇതാണ്. മുഞ്ഞാണ്ട് യൂപ്പിയുടെ ಬಗ್ಗೆ അപ്പുറത്തെ ಬಗ್ಗೆ എല്ലാം മുണ്ടുമ്പോൾ ഒരാൾ ചെന്ന് അവിടെ ഇസ്ലാം മുസ്ലിമീങ്ങൾ അക്രമമാണ്, അങ്ങനെ ആവും ഇങ്ങനെ ആവും ഉണ്ടല്ലോ. ഇപ്പോൾ വിവാദമായിട്ടുണ്ടല്ലേ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിടിച്ചിട്ട് വിവാദാക്കടാറ്. അങ്ങനെ പിന്നെ അതേ വേറെ സ്വാതന്ത്ര്യത്തില്ലേ. ഈ ഉമ്മത്തുവിനായിട്ട് ഇത്രയും പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് എനിക്കത്ര ഒരു ലോക നേതാവ് ചൊല്ലെനിക്കത്ര പലക്കത്തിന് അത്ര വില ഉണ്ടോ, അതൊക്കെ അത്രയും അർത്ഥമുണ്ട്. അത് ഞാനിപ്പോൾ വിശദീകരിക്കില്ല. അപ്പോൾ ഞാൻ ചൊന്നത് അവിടെ മുസ്ലിമീങ്ങൾക്ക് നേരെ അക്രമമാണ്, അങ്ങനെ എപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അയാൾക്കുള്ള അവിടെ പോയിട്ട് നോക്കണോ എന്തേ ഒരു അമുസ്ലിം കാട്ടറിക്കത്ത സ്വഭാവം പോലും ചില മുസ്ലിമീങ്ങൾ കാട്ടറിയില്ല. അത്ര വഞ്ചന കളവ് അത് ഇത് തുടങ്ങിയിട്ട് ഇസ്ലാമും തൊണ്ട ഞങ്ങളുടെ ലൈഫിലേ കാണില്ല. അങ്ങനെ ആവുമ്പോൾ മുസ്ലിമീങ്ങളൊട്ടിയെ അങ്ങനെ പിന്നെ അമുസ്ലിമീങ്ങളൊട്ടി അങ്ങനെ എങ്ങനെ ആയിട്ടിക്കൂ.
അതുകൊണ്ട് ഞങ്ങളെ കൂടുതൽ മുസ്ലിം ചൊന്നെങ്കിൽ ഇങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ അതുകൊണ്ട് ശക്തമായ അക്രമങ്ങൾ അവിടെ നടക്കുന്ന ഞാൻ ചൊന്നതല്ല. UP നോർത്ത് ഭാഗത്ത് പോയിട്ട് 20 ചില്ലാറ വർഷത്തിലേറെ ദഅവത്ത് നടത്തിക്കൊണ്ടുള്ള ഒരാൾ സ്വന്തം അനുഭവമാണ് ചൊന്നത് ഈ അടുത്ത് ഒരു നിങ്ങൾക്ക് മുന്നോട്ട്. അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചിട്ട് ഇസ്ലാമിടെ എങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിൽ ഇസ്ലാം എൻ്റെ ലൈഫിലില്ല അത്ര. അതേ സമയത്ത് ഇസ്ലാം നൻ്റെ നിങ്ങളെ അങ്ങനെ ലൈഫിലുള്ള വർട്ടുള്ള ഞങ്ങളെ കണ്ടപാട് ഇസ്ലാം സ്വീകരിക്കുവാറ്. അതുകൊണ്ടല്ലേ ഇത്രയും കോടി ആൾമാർ ഇസ്ലാം എങ്ങനെ വന്നു ചൊന്നാൽ എങ്ങനെയാണ് റമദാൻ കൊണ്ട് അല്ലാത്ത നല്ല തിങ്ങളെല്ലാം വരുമ്പോൾ ഞങ്ങൾ ആലോചനാക്കണ ഇസ്ലാം എങ്ങനെ എൻ്റെ ലൈഫിൽ കൊമ്പറക്കാവൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫാണ്ടാണ് ഖുർആൻ ചൊന്നത്. നിങ്ങൾ ഇസ്ലാമിൽ സമ്പൂർണ്ണമായിട്ട് കിടക്കണു. തെല്ലു മുസ്ലിമായും മെയ്യാവലെ, പാതി മുസ്ലിമായും മെയ്യാവലെ, പൂർണ്ണമായും ഒരു മുസ്ലിമായ ആളാവണോ. പേര് മുസ്ലിം ഒരുതാണ്, പക്ഷേ മുസ്ലിമുടെ സമ്പ്രദായങ്ങളും സംസ്കാരങ്ങളും കൊണ്ടിട്ട് ഇല്ലാണ്ടായെങ്കിൽ പിന്നെ അതിപ്പോൾ എന്താണ് അർത്ഥം? പേര് കൊണ്ടൊരു കാര്യമില്ല, വെറുതെ പേര് വെക്കുക. വേറൊരു സാധനം പണ്ടൊരു ഉദാഹരണം ചെന്നിട്ട് ഒരാൾക്ക് കറുത്ത ഒരാൾക്ക് ഭയങ്കര കറുകറുത്ത ആളാണ്. അപ്പോൾ ഉസ്താദ് ഉദാഹരണം ചൊന്നേ കറുത്ത ആളും ചൊന്നാൽ ഭയങ്കര കറുപ്പുണ്ട്. മുഖത്ത് പകൽ സമയത്ത് നോക്കണമെങ്കിൽ ആയിട്ടാണോ എത്ര കറുത്ത ആൾ. അപ്പോൾ അവനോട്ട് ഈ കേൾക്കുന്നില്ല പേരെന്തരേ. അപ്പോൾ അവൻ ചെന്ന് പറഞ്ഞ സുന്ദറാണ്. അപ്പോൾ ഉസ്താദ് കേൾക്കല് ആള് കറുത്തതാണ്, പേരും ഇസ്മുവും മുസമ്മവും ഒരു ബന്ധമില്ല. പക്ഷെ പേര് എങ്ങനത്തെ കറുത്തവും സുന്ദറിൻ്റെ പേര് വെക്കാം, എന്ത് വേണം പേര് വെക്കാം. ഈ പേരും ആളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുപോലെ ആയത് ഇന്നത്തെ മുസ്ലിമും. അതാണ് പ്രശ്നങ്ങളെല്ലാം അധിക കാരണം അതാണ്. അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് അങ്ങേറ്റാക്കാവൂട് ഇങ്ങേറ്റാക്കാവൂട് അങ്ങനെ ആക്കിടാറ് ഇങ്ങനെ ആക്കിടാറും ചൊല്ലുമ്പോൾ ബാക്കിയിലമേ ദൂരക്ക് ബദൽ നൻ്റെ വയ്ക്കനാണെന്ന് ആലോചനാക്കും ഏറ്റവും നല്ല കാരണമാണ് സൂക്ത. നാനൊരു ശരിയായ മുസ്ലിം ആവുടാണ്ടായെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാർ അധിക സമസ്യകളും അവിടെമേ ഇല്ലാണ്ടാവുള്ളൂ. അങ്ങനത്തെ എത്ര സംഭവങ്ങളുണ്ട്, എത്ര മഹാന്മാരെ ലൈഫ് കണ്ടിട്ട് ഇസ്ലാമോ വന്നെങ്കിൽ എത്ര ധാരാളം ആൾമാരുള്ളാറ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ആ മഹാൻ ഒരു അമുസ്ലിമായ ആൾ ഇയാൾക്ക് കട കൊടുക്കണം. അബൂ ഹനീഫ ഇമാമുക്ക് അമുസ്ലിമായ ആൾ കട കൊടുക്കണം. അപ്പം കടത്ത ടൈമായിട്ട് അവൻ തൻ്റെത് കണ്ടില്ല. അങ്ങനെ അയാൾ ഔത്തരമുട്ട പോയിട്ടാവും എന്തായിട്ടെന്ന് ചൊന്നെങ്കിൽ അവിടെ അയാളെ ഔത്തര ജാലിലെ ചാണയിട്ട് അതിങ്ങനെ ചവിട്ടിയപ്പോൾ അത് തെറിച്ചതെവിടെയും ചെന്നെങ്കിൽ ഈ അമുസ്ലിമായ ആൾ ഔത്തരം മതിലാണ് തെറിച്ചത്. പിന്നെ ഇയാൾ കട കേൾക്കുന്നതെല്ലാം മറന്ന് ടെൻഷനായിട്ട്. കാരണം അയാൾ ഔത്തര ഞാൻ നജസാക്കിയല്ലേ, അത് നജസ് വേണ്ടാക്കിയതെന്തല്ല പോകുമ്പോൾ ഇങ്ങനെ ചവിട്ടിയിട്ട് അത് തെറിച്ചിട്ട് മതിലിൽ പോകുന്നു. പിന്നെ ഇയാളെ സ്വരം അതിൽ ക്ലീൻ ആക്കുന്ന സ്വരം അതിലിങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ട് ചെയ്തു. ബാക്കിയെല്ലാം അയാൾ മറന്നു. അപ്പോൾ ഉൾക്കത്തെ ഇയാൾക്ക് ഇത് കണ്ട് അവൻ പേടിച്ചിട്ട് ഓടി വന്ന ചെന്ന ദമ്മയാ ഇപ്പോൾ പൈസ ഇല്ല അങ്ങനെ ഇങ്ങനെ കുറേ കാരണം ചെല്ലുമ്പോൾ അതെല്ലാം കൂടും. അതിനാട്ടി വലിയ പൈസ കൂടെ നടന്നിട്ട് നിൻ്റെ ഔത്തരം മതിൽ ഞാൻ ബെടക്കാക്കിയാൽ നീ നിനക്ക് മാഫാക്കൊണ്ടാണ് ഇയാൾ ചെന്നുകൊണ്ടുള്ളേ. ഇത് കേൾക്കണമെങ്കിൽ ഒരാൾ ഇസ്ലാമുക്ക് വരാണ്ടിക്കുക. അയാൾ ഇസ്ലാമു കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് നോക്കുള്ളൂ. ഒരാൾ ഇസ്ലാമു വേണ്ടേന്ന് ചൊന്നെങ്കിൽ അയാൾ മുസ്ലിമായിട്ട് അവിടെ. അപ്പോൾ ഒരാൾ ഇത് ഇസ്ലാമാണ്, അയാൾക്ക് ഇത് പഠിപ്പാട്ടി ഇത് ഇസ്ലാമാണ്, അയാൾ ഇസ്ലാം ഭയങ്കര ചന്താണ്. അതൊരാളെ ലൈഫിലാവുമ്പോൾ അയാൾ ഇസ്ലാമുക്ക് വന്നിട്ട് ഉറപ്പും. ഞാൻ അജ്മീർ ഖാജ തങ്ങളെ മുട്ട ഞങ്ങൾ പോയാറപ്പി അവിടെ കാലിടവും ജാഗയില്ല. അജ്മീർ ഖാജാനെ വയ്ക്കുന്ന സുൽത്താനുൽ ഹിന്ദിന് വെറുതെ ചെല്ലല്ല, അവിടെ പോയിട്ട് നോക്കണം. സുൽത്താനുൽ ഹിന്ദ് ഒക്കെ അല്ലേ, ലോക ചരിത്രത്തിൽ ഒരു രാജാവും കിട്ടാത്ത പവറാണ് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു കിട്ടി. അവിടെ ഏത് സാധുവും രാജാവാണ്, ഏത് പടവും അവിടെ രാജാവാണ്, ആർക്ക് വേണം പോവാം. ഒരു സെക്കൻഡ് പോലും പുരുഷത്തില്ല. 24 hours അവിടെ ഊസാണ്. അത്ര വലിയ ആൾമാരാണ്. ആ അജ്മീർ ഖാജാരെ ಬಗ್ಗೆ പഠിക്കുമ്പോഴും അങ്ങനെ ഇസ്ലാമിയുടെ അഥവാ അയാളുടെ ലൈഫിൽ വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആൾമാർ മുസ്ലിമീങ്ങളായാറുണ്ടാണ് ചരിത്രം. ഇക്കട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ചൊന്നത് മീൻ അദബിൽ ഇസ്ലാമും അങ്ങനെ കുറേ അദബുണ്ട്, മര്യാദ ഉണ്ടു. ഒരാൾ ഔത്തര വായിൽ മുട്ടിയിട്ടുണ്ടായെങ്കിൽ പിന്നെ മുട്ടിയോണ്ടിക്കില്ല. ഒരു 4 റക്കാത്ത് നിസ്കാരത്തെ കഥ ഇങ്ങനെ ഉണ്ടാണ്ടേക്കാം. എൻ്റെ 4 റക്കാത്ത് നിസ്കരിക്കും ഇത്ര ടൈം വേണമെന്നൊക്കെ ഒന്നുണ്ടല്ലേ. അപ്പോൾ അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. പിന്നെ അയാൾ വന്നിട്ട് ഓപ്പണാക്കും. പിന്നെയും ഓപ്പണാക്കില്ലാണ്ടായാൽ പിന്നെ വേറെ മുട്ടാക്കും. പിന്നെയും 4 റക്കാത്ത് കഥ നിൽക്കുന്നതുകൊണ്ടാണ്. എന്തേ അയാൾക്കെന്തോ സൗകര്യം കളിക്കാൻ അയാൾ 3 വട്ടം മുട്ടിയിട്ടും അയാൾ എടുത്തില്ലാണ്ടായെങ്കിൽ പിന്നെ പോവാം, നെക്സ്റ്റ് എപ്പോഴെങ്കിലും പറ. അങ്ങനെ കുറേ അതവും അതിലെ മര്യാദ ചമ്മ പരിപാടി. ഇതൊക്കെയാണ് ഇസ്ലാമിയുടെ അതവും ചെല്ല മര്യാദ. അങ്ങനത്തെ കുറേ വിഷയങ്ങൾ എല്ലാവർക്കും അതുമുണ്ട്. പള്ളി കഥവും അതുപോലെ അയൽമ പഠിക്കണമെങ്കിൽ ജാലി കഥവും കഅബാലയത്തെ മുട്ടത്തെ അതും
A to Z അതബുകൾ ധാരാളമാണ്. അതെല്ലാം ജീവിതത്തിൽ പകർത്തു അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ കുറേ വിഷയങ്ങളെല്ലാം ഇപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ചൊല്ലുവാൻ വേണ്ടിയിട്ട് നീട്ടി ചൊല്ലാൻ ഉദ്ദേശിക്കില്ല സഹോദരന്മാരെ. പരിശുദ്ധമായ റമദാനാണ് വേണ്ടത്. ധാരാളം സൽക്കർമ്മങ്ങൾ ആക്കണം. ആ സൽക്കർമ്മങ്ങളെല്ലാം ആക്കവും മോമിനായ ആൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവൻ എന്താക്കണമെന്ന് ചെന്നെങ്കിൽ ആ അമലിലൊട്ടിയ ഇഖ്ലാസ് അങ്ങ് കൂട്ടണം. അപ്പോഴാണ് അതിക്ക് വാല്യൂ വേണ്ട, പവർ വേണ്ട. അൽ അഅ്മാലു സുവറുൻ ഖായിമത്തുൻ വഅർവാഹുഹാ വജൂദു സിർറിൽ ഇഖ്ലാസി ഫീഹാ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. ലോകത്ത് വലിയ ഹിക്മത്തുകളെ കൊണ്ട് നിറച്ച ആളാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. വലിയ ആളാണ്. ഞാൻ ഞങ്ങൾ മിസ്റിലെ മഹാന്റെ ഖബർ സിയാറത്താക്കണം. അള്ളാഹു അയാളെ ബർക്കത്തും നല്ല ഇൽമും തഖ്വയും ഇസ്സത്തും അള്ളാഹു നമുക്ക് തരട്ടെ. ഞങ്ങളെ മക്കൾ അള്ളാഹു സാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ. അപ്പോൾ അയാൾ കുറേ ഹിക്മത്ത് അൽ ഹിക്കം ചൊല്ല കിതാബേ ഉണ്ട്. വലിയ വലിയ മഹാന്മാർ ദർശെടുത്തതാണ് ഹിക്കം ചൊല്ല ദർസ്. ഞങ്ങളായിട്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ നൂറല്ലാഹു മർക്കദ കുറേ ആലിമീങ്ങൾ ദർശെടുത്തോണ്ടേ AP ഉസ്താദ് എടുക്കടിപ്പോൾ അങ്ങനെ വലിയ വലിയ ആൾമാർ ദർശെടുക്കണമെങ്കിൽ കിതാബാണ് ഹിക്കം. ഹിക്മത്തുകൾ തത്വജ്ഞാനങ്ങളാണ് അതിൽ ചൊല്ല്. അതിൽപ്പെട്ട ഒന്നാണ് അയാൾ ചൊല്ല് അൽ അഅ്മാലു സുവറുൻ ഖായിമത്തുൻ. അമലുകൾ ചെന്നെങ്കിൽ എന്തരേ ഇപ്പം ഞങ്ങൾ കുറേ അമലാക്കിയാൽ ഇപ്പം നോമ്പിരിക്കുക, സദഖ കൊടുക്കുക, റമദാൻ വന്നേ പിന്നെ ചെല്ലണ്ട ഓരോരുത്തർക്ക് ഇനി സൽക്കർമ്മം ആക്കണോ ഓട്ടോമാറ്റിക് അവൻ ആക്കണം. അത് വലിയ ബർക്കത്ത തിങ്കളാണ്, ഭയങ്കര വലിയ പൗര തിങ്കളാണ്. എന്ത് സദഖ കൊടുക്കാത്തവൻ റമദാനിൽ സദഖ കൊടുക്കൂടാണ്. റമദാനിൽ നീക്കി വെച്ചിരിക്കടാ, അതൊരു ഈമാൻ്റെ ഭാഗമാണ്. അപ്പോഴെങ്കിലും അവൻ അലർട്ടാവുക. റമദാൻ വന്നിട്ടും ഒരാൾക്ക് അലർട്ടാവില്ല, പിന്നെ അവൻ ദുനിയാവിൽ അലർട്ടാവുകയില്ല. ഹദീസിലുണ്ട് അവൻ സമമേ ആവില്ല. ഒരാളെ എതിരിൽ റമദാനാണ് വണ്ടേണ്ടായി, ഒരാളെ എതിരിൽ കേസുകാർ വണ്ട റമദാൻ വന്നെങ്കിൽ അവൻ ഒരിക്കലും ജയിക്കില്ല എന്ന് ഹദീസിലുണ്ട്. ഉദാഹരണത്തിന് നാളെ ആഖിറത്ത് പോയിട്ടാകുമ്പോൾ ആഖിറത്തിന് നൻ്റെ എതിരിൽ ഉദാഹരണത്തിന് നിങ്ങളുള്ള ആരെങ്കിലും വിചാരിക്കാം, നിങ്ങൾ നൻ്റെ എതിരിലുള്ള കക്ഷിയാണ്, നിങ്ങൾ നക്കെതിരെ വാതാക്കിക്കൊണ്ടുള്ള അങ്ങനെ ആയെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഷഫാഅത്തിൽ ജയിക്കുകയുള്ള ചാൻസ് ഉണ്ടാവും. ആരെങ്കിലും വേറെ ആൾമാർ ഇടപെട്ടിട്ട് ചെല്ലുവാർ അയാളൊന്ന് വിടും, അയാൾ അങ്ങനെ ഇങ്ങനെയായിട്ടെല്ലാം ചെന്നിട്ട് നല്ല രക്ഷപ്പെടുത്തുക ചാൻസ് ഉണ്ട്. അതേ സമയത്ത് നക്കെതിരെ വന്നത് പരിശുദ്ധമായ റമദാനാണ്. നിങ്ങൾ റമദാൻ തിങ്കൾ വന്നപ്പോൾ അവനെതിരെ കയറാക്കിയില്ല. അവൻ തപ്പുകൾ പിന്നെയും ആക്കിക്കൊണ്ടേ തെച്ചാൽ, തെറ്റുകൾ ആക്കിക്കൊണ്ടേ തെച്ചാൽ ഒരിക്കലും റമദാൻ്റെ അവൻ ബഹുമാനിച്ചതേ ഇല്ല എങ്കിൽ ಅದಕ್ಕೆಲ್ಲ ನಾನು ವರ್ಕಡೆ ಅಲ್ಲಾಹುಮ್ಮ ಜಅಲ್ ಹಾದಾ ಶಹರ ಶರೀಫ ಅಲ್ ಅಲೀಮ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈന. ഈ നല്ല ബർക്കത്തുള്ള നിങ്ങളുടെ ഞങ്ങൾക്ക് ഗുണമാക്കണു, ഞങ്ങൾക്ക് കേടാക്കൂ തീരാണ്ട് എപ്പോൾ ഞങ്ങൾ വർക്കണം. അപ്പം നാളെ ഗുണമായിട്ട് വന്നെങ്കിൽ അൽഹംദുലില്ലാ അള്ളാഹു ഞങ്ങളെ കൂട്ടത്തിൽ പെടുത്തിട്ട്, അതേ സമയത്ത് ഗുണക്കേടായിട്ട് വന്ന് എതിരായിട്ട് വന്ന് വിചാരിക്കാം. അവിടെ ഹദീസിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ശഫാഅത്ത് ഉദ്ദേശിക്കുന്നുണ്ടാണ്. ഇയാളൊന്ന് വിടണോന്ന് ചൊല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടും നോക്കൂ. അപ്പോൾ ചൊല്ലു യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഖസ്മഹു റമദാൻ. ഇയാളെ എതിരിലുള്ളത് ചില്ലറ ആളെന്തോ അല്ല, ഇയാളെ എതിരിൽ വന്നത് റമദാനാണ്. അതുകൊണ്ട് നിങ്ങൾ ശഫാഅത്ത് ആക്കണ, ദൂറാക്കടല്ല ആക്കണ്ടെന്ന് തങ്ങൾ ഒഴിവാക്കുന്നതും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനല്ലേ, കൊണ്ടൊന്ന് ബച്ചാവാക്കാൻ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ചൊല്ലത് ഇയാളെ എതിരിലുള്ളത് സാമാന്യ ആളല്ല, റമദാനാണ് ചെല്ലുമ്പോൾ ഫയഖൂലു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല അങ്ങനെമാ അന ബരീഉൻ മിമ്മൻ ഖസ്മുഹു റമദാൻ. ആരെ എതിരിൽ റമദാൻ ആയിട്ട് വന്ന അവൻ്റെ രക്ഷപ്പെടുത്തുന്ന അക്കാവില്ല നാനില്ലാണ്ട് ചൊല്ലു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ കൈവിട്ടെങ്കിൽ പിന്നെ ഹൽക്കില്ലല്ലോ, രക്ഷപ്പെടുത്തുക ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് റമദാൻ എൻ്റെ എതിരിൽ വണ്ടതിരെ തൊട്ട് ഭാര്യ ജാഗ്രത ആവണോ. റമദാൻ ഒരാൾ നോമ്പ് പിടിച്ചില്ലാന്ന് വരിക, റമദാൻ്റെ നോമ്പിടെ അവൻ നിസാറാക്കി തുടങ്ങിയ, അവൻ പരസ്യമായിട്ട് തിന്നുക തുടങ്ങിയ, ഗീബത്ത് നമീമത്ത് പരസ്യമായിട്ട് ചൊല്ലുക തുടങ്ങിയിട്ടായെങ്കിൽ അതുകൊണ്ട് നാശമാണ്. അപ്പോൾ റമദാൻ്റെ ആദരിക്കൽ എങ്ങനെ സൽക്കർമ്മങ്ങളാക്കി മയ്യാവലെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാവുന്നു. ഗീബത്ത് നമീമത്തുകളിൽ പെടുക തീറ സുലഭമാണ്. അപ്പോൾ എന്താക്കുക തീറ, ഗുമ്പായിട്ട് നിൽക്കുക തീറ, ഗുമ്പു ഈ പ്രശ്നങ്ങളെല്ലാം ചെല്ലല്ലേ ഗുമ്പ് കൂടുക തീരാണ്. കർഫ്യൂ ഇപ്പോൾ റമദാനിൽ സ്വതಃ നങ്ങമേ ഒരു കർഫ്യൂ ഇട്ടോളൂ, ಗುಂಪು ಕೂಡಬಾರದು ಎಲ್ಲೂ. ಅನ್ಯ ಗುಂಪು ಗುಡಿಯೋടെ ಹೋಗೇ തീരാ ഒരത്തൊരുത്തയ്ക്ക കഴിവിൻ്റെ പരമാവധി ഒരത്തൊരുത്താവാം. എന്ത് റമദാൻ ഓർത്തിങ്ങൾ ശീലിച്ചിട്ട് നോക്കാം ആവിടാന്ന് തോന്നുന്നു. മൊബൈലെല്ലത്തിൽ ബന്ധാക്കാം, അസാർ ടൈമത്തിൽ നോക്കിയും മയ്യാവും സുബൈബിനെ ബന്ധാക്കാം.
നല്ല വിഷയമല്ലേ? മൊബൈൽ നീ ഒന്ന് ಬಂದಾಕಿಟ್ಟು നോക്കറുള്ള എത്രമോ സൽക്കർമ്മങ്ങൾ സുലഭത്ത് നക്കാവും. മൊബൈലിലൂടെ വെക്കൊരു ഖുർആൻ ഇങ്ങനെ തുടങ്ങും. ഓതുകയെ വിടല്ല ഞങ്ങളെ ഖുർആൻ. എത്ര ഫോൺ വേണ്ട, അപ്പമേ ഫോൺ വേണ്ട, അപ്പമേ മെസ്സേജ് വേണ്ട. എന്ത് വന്നില്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് നോക്കാൻ മനസ്സിലാക്കില്ല, നോക്കിക്കൊണ്ടിരിക്കില്ല എന്നാണത്. അപ്പോൾ എൻ്റെ നാശത്ത് വന്നതാണ് ഈ മൊബൈൽ, അല്ലാണ്ട് എൻ്റെ ലാഭത്ത് വന്നതിൻ്റെ ഉപയോഗിക്കണ്ട. അപ്പോൾ ഞാൻ ചൊന്നത് ഗുമ്പ് കൂടുന്നത് ഇല്ലാണ്ടാക്ക റമദാൻ എല്ലാവരൊട്ടിಗೆ ചെല്ല ആണിങ്ങ പെണ്ണിങ്ങ എല്ലാവരും എവിടെയും ഒട്ടിയെ കൂടെ കുത്തിറ ഒട്ടിയെ കൂടിയെങ്കിൽ എന്താ അവിടെ ചെന്നേ അവിടെ സുഖം വരൽ. അപ്പോൾ അതുകൊണ്ട് റമദാൻ്റെ നിന്ദനാക്കടേന്ന് ചൊന്നെങ്കിൽ ഇതാണ്. ഇങ്ങനെ നിന്ദനാക്കിയിട്ട് നക്കെതിരെ റമദാൻ വന്നെങ്കിൽ ഞാൻ സൂപ്പടെ അല്ല അമാലു സുവറും കായ്മത്തും ഞാൻ ആക്കടെങ്കത്തെ അമലുകളെല്ലാം അത് ഫോട്ടോകൾ മാത്രമാണ്. ഫോട്ടോക്ക് ഒരിക്കലും വാല്യൂ ഇക്കില്ല, വിലയിക്കില്ല. ಅದಕ್ಕೆ എന്തൊരു വേണം ചെന്ന് ആത്മാവ് വേണം, റൂഹ് വേണം. അയാൾ ചൊന്തു അർവാഹുഹ ഉജൂദു സിർരിൽ ഇഖ്ലാസി ഫിഹ. ಅದರ ಆತ್ಮಾವು ಎಂದ್ರೇಂದು ಕೇಟ್ಟೆಂಗೆ അതിൽ ഇഖ്ലാസും ചൊല്ല രഹസ്യം പറഞ്ഞു അപ്പം മാത്രം അത് കയാത്തിക്കടേ. അല്ലാണ്ട് ഇങ്ങനെ ലോഡ് അമലാക്കിയെങ്കിൽ എൻ്റെ അമൽ അവിടെ ഇക്കും. പക്ഷേ ജീമയില്ലല്ലേ, ജീമയില്ലാത്തതിൽ പിടിച്ചിട്ട് എന്താക്കണം. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോകൾ പറ്റിച്ചിട്ട് വെച്ചിട്ട് പേരിക്ക ഉദാഹരണത്തിന് എങ്കിലോ ഈ ഫോട്ടോക്ക് ഒരു വാല്യൂ ഇല്ല, ചത്ത സിംഹത്തിന് വാല്യൂ ഇല്ല, ചത്ത പാമ്പുക്ക് വാല്യൂ ഇല്ല. അതേ സമയത്ത് ഹയാത്തുള്ള പാമ്പ് വാല്യൂ ആണ്. എന്തേന്ന് ചൊന്നെങ്കിൽ ആ ബോഡിയുടെ ഉൾക റൂഹുണ്ട്, ആത്മാവുണ്ട്. അപ്പം ഈ ബല ಬಂತು എവിടെ തന്നെ. ഇപ്പം ഞങ്ങൾക്കെല്ലാം ബലമുണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ ಬಂದು ಹೆಚ್ಚಿಲ್ಲ. ഞാനിങ്ങനെ ക്ലാസ് എല്ലാം എടുത്തുകൊണ്ടുള്ള എന്തുകൊണ്ടെന്ന് ചൊന്നെങ്കിൽ ഈ തടിയുടെ ഉൾക ഞങ്ങൾ കാണാത്തൊരു സാധനമുണ്ട്. അത് എന്തിനേണ്ടി ഇതുവരെ നിർവചിക്കുകയോ അതിൻ്റെ ഡെഫിനിഷൻ ചൊല്ലുക ഒരാൾക്ക് സാധ്യമായിട്ടില്ല. റൂഹും ചൊന്നെങ്കിൽ എന്നാൽ എത്ര വലിയ വമ്പരൊട്ടിയെ നീ പോയിട്ട് അതിൻ്റെ ഡെഫിനിഷൻ കേൾക്കണം. ആത്മാവിൻ്റെ ഡെഫിനിഷൻ എന്ന് ചൊല്ലുക സാധ്യമില്ല. ഖുർആൻ ചൊന്തു വയസ്അലൂനക അനി റൂഹ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊട്ടിಗೆ വന്നിട്ട് അങ്ങ് ആത്മാവുടെ ಬಗ್ಗೆ കേൾക്കട. ആത്മാവ് ചൊന്നെങ്കിൽ എന്തിര റൂഹ്. അതിಗೆ ആൻസർ എന്തിരെ കുലിർ റൂഹ് മിൻ അംരി റബ്ബി. നിങ്ങൾ ചൊല്ലൊരു റൂഹും ചൊന്നെങ്കിൽ അത് നമ്മുടെ റബ്ബുടെ അമ്രാണ്, അത് രഹസ്യമാണ്. അത് എന്തിനേ ചൊല്ലൂ സാധ്യമില്ല. അപ്പം നിങ്ങളെ ഈ തടിയിൽ ആത്മാവുണ്ട്, എൻ്റെ തടിയിൽ ആത്മാവുണ്ട്. ഈ തടിയിൽ അങ്ങ് ആത്മാവ് പോയിട്ടുള്ള അഭിനന്ദനം എൻ്റെ കൂടെ നിങ്ങൾ പെട്ടാറ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ദീർഘായുസ് തരട്ട്, ആഫിയത്ത് തരട്ട്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിട്ട് എത്ര വലിയ ആലിമാവട്ടെ എത്ര വലിയ സയ്യിദാവട്ടെ അയാളെ തടിയിലെ റൂഹും ചെല്ല ഡ്രൈവർ ഇഞ്ഞു പോയാൽ പിന്നെ ഒരു നാലിങ്ങനെ തെപ്പാട്ടില്ലല്ലോ, വേഗം പോയി ദഫനാക്കാം. എത്ര വലിയ പിർസത്തെ പെഞ്ഞായി ആയെങ്കിലും മാപ്പിളായെങ്കും മക്കായെങ്കും ഉമ്മായെങ്കും അതേ പെഞ്ഞായി കേൾക്കടെ അതേ മാപ്പിള കേൾക്കടെ മയ്യത്തെടുക്കടെ എപ്പാണ് അങ്ങനെ അർജൻറ്റ് വേഗം എടുക്കലുണ്ട്. അതൊന്നുകൊണ്ടുള്ളേ എന്തേ ഈ ചൊന്നെങ്കത്തെ ബോഡിക്ക് വിലയില്ല. പക്ഷെ ഞങ്ങൾ ചണ്ടാക്കടെ ഈ ബോഡിയിലാണ്. റമദാൻ വന്നെങ്കും ജാവും പോലും തിന്നുകയില്ല. ഞങ്ങൾ നോക്കടെ ഇത്ര ബിസിയാണ്. ഫുഡാക്കടെ പെണ്ണുങ്ങളെല്ലാത്തെ എല്ലാത്തര തൊട്ടുമെല്ലാം തടയും. ചെമ്മ അത്ര ഫുഡെന്തും ആക്കണ്ട, അങ്ങനെ ആക്കണം ബോസാക്കവും പോകണ്ട. അണിങ്ങ എന്തേ അങ്കും നല്ല ബോഡി ചന്താക്കടെ ഇത്ര വിട്ടിട്ട് റൂഹ് ചന്താക്കുള്ള ടൈം കൊടുക്കാം. റമദാൻ ഇമാതിരി ഫുഡെല്ലാം ആക്കടെ എന്തിക്കുന്ന ഞങ്ങൾ ബോഡി ചന്താക്കടല്ലേ. ശരീരത്തെ ചന്താക്കി എന്തൊരു വാല്യൂ, ഒരു വിലയുമില്ല. ഒരു നാൾ ഈ തടിയുടെ ഉൾക്കെത്ത നാണ് ചന്താക്കാത്ത റൂഹുണ്ടല്ല ആത്മാവ്, അത് ഇഞ്ചി പോയിട്ടുണ്ടായെങ്കിൽ പിന്നെ ആരും ഈ തടി വേണ്ട, വേഗവും പോയി ദഫനാക്കുറും ചൊല്ലാറ്. അതുകൊണ്ട് വില വേണ്ടത് നൻ്റെ തടിയിൽ ആത്മാവും ചൊല്ല ഹയാത്തിക്കുമ്പോൾ മാത്രമാണ്. അതുപോലെ നാനാക്കടങ്കത്തെ നിസ്കാരങ്ങൾ, നോമ്പ്, സക്കാത്ത്, സ്വതക്ക ഇതെല്ലാം ഇഖ്ലാസും ചൊല്ല മീറ്റർ ಅದಕ್ಕೆ കടത്തുകയാവണു. ഞാനൊരാൾക്ക് സ്വതക്കാക്കുന്നത് ഒരു 10 ആളോട്ട് എപ്പോഴും ഞങ്ങൾ ഓർമ്മപ്പെടുത്തും പോലെ ചൊല്ലു തീറ. ഞാനൊരു ഇഫ്താറാക്കുവാട്ടി എൻ്റെ 100 ആളോട്ട് ചൊല്ലു തീറ. ഞാനൊരു കിറ്റ് കൊടുത്ത എൻ്റെ 1000 ആളോട്ട് ചൊല്ലു തീറ. എന്നും ചൊല്ലു പോകണ്ട. എന്തേ ചൊന്നിട്ടാകുമ്പോൾ അതിലെ വീര്യങ്ങൾ ഇങ്ങനെ കൊരടിയായിട്ട് പോകും. കൊരടിയാവും. കാരണം ഞാൻ എന്തരാക്കിയാൽ എൻ്റെ റബ്ബ് ഗൊന്തവിടെ അല്ല, ഉറപ്പല്ലേ, അതിലാർക്കും സംശയമില്ല. ഞങ്ങൾ എല്ലാം ഗൊന്തവിടേക്കത്ത റബ്ബുളാണ് വിശ്വസിച്ചിട്ടുള്ളത്. സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം തൻ്റെ അവന് മാത്രമാണ്. ഞാനൊരു 10,000 കിറ്റ് കൊടുത്താൽ വരിക, നിങ്ങൾക്ക് ഗൊന്തായില്ല, എന്തിനാവും ഉണ്ടായിപ്പം നിങ്ങൾ നമുക്ക് 10,000 പൈസ തണ്ടാറ് എന്ത് തണ്ടല്ലേ. എൻ്റെ റബ്ബ് ഗൊന്തായ മയ്യാവില്ല റബ്ബെ. അതാണ് ഏറ്റവും വലിയ ഇഖ്ലാസ്. അൽ അഅ്മാലു സുവറുൻ ഖായിമ. ഇത്ര നല്ല പലക്കാണ് അത് നോക്കൂ. അമലും ചൊല്ലത് അതെല്ലാം ഫോട്ടോ മാത്രമാണ്. ആ ഫോട്ടോക്ക് ഹയാത്ത് പണ്ടെപ്പാൻ ചൊന്നെങ്കിൽ ഇഖ്ലാസും ചൊല്ലെങ്കത്തെ ആ വളരെ പ്രധാനപ്പെട്ട സംഭവത്തെ അതൊക്കെ കൂട്ടണു. ഇഖ്ലാസ് കൊടുത്തുള്ളത് റബ്ബുക്ക് മാത്രമാണ്. മലായിക്കത്തിന് വരെ അത് അന്തജാവില്ല. ഞാൻ ആക്കട സൽക്കർമ്മത്തിൽ ഇഖ്ലാസ് ഉണ്ടായില്ലേ, ഞാനിപ്പോൾ വഴക്ക് ചെന്നുകൊണ്ടുള്ള ക്ലാസ് എടുത്തുകൊണ്ടുള്ള ഇതുക്കും ഇഖ്ലാസ് വേണം, എല്ലാത്തും ഇഖ്ലാസ് വേണം. ആക്കണായത് പഠിച്ചുകൊണ്ട് മാത്രമാണ്. അത് റബ്ബുകേ ಗೊತ್ತಾവുದೆ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഖുർആൻ ചൊല്ലുന്നു അങ്ങനൊട്ടിയെ ഇബാദത്താക്കണമെന്ന് കൽപ്പന ഉണ്ട്. ഞാൻ അത് മാത്രം കേട്ടിട്ട് കൊണ്ടേ
വെറും ഇബാദത്താക്കണമെന്നുള്ള കൽപ്പന ഇല്ലേ ഇല്ല. മുഖ്ലിസീന ലഹുദ്ദീൻ അതും കൂടി കൂട്ടണം. ഇഖ്ലാസോടെ ഇബാദത്താക്കൂ മാത്രമാണ് എനിക്ക് കൽപ്പന ഉള്ളത്. ഇഖ്ലാസോടുകൂടെ ഇബാദത്താക്കോടാ ട്രൈയാക്കാം, ട്രൈയാക്കാം. ചിലപ്പോൾ വസ്തുവത്തുകാവാതെ തന്നെ കൊണ്ടു, എന്നാലും ആ ഒരു ഹന്തത്തിന് ഞാൻ എത്തണം. ഇഖ്ലാസോടെയുള്ള ഇബാദത്ത് അത് ജൻറക്കാത്താവുമ്പോൾ വലിയ പ്രതിഫലം കിട്ടിയിട്ട്, അല്ലാണ്ട് രാത്രി പിടിച്ച് പകൽത്തോളം നിരന്തരമായ നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ട് എല്ലാവരുടെയോ പാഠവും സുഖമാക്കിയതാണ് എങ്കിലോ ആ ഇബാദത്ത് ഫലം കിട്ടില്ല. ഏതോ പാവപ്പെട്ടവനോ അവൻ തഹജ്ജുദ് 5 മിനിറ്റ് മുന്നലാണ് എഞ്ചിലെ എന്നിട്ടൊരു ജൻറക്കാത്ത് നിസ്കരിച്ചോണ്ട് ആരട്ടി ചെല്ലോ പോയില്ല, റബ്ബിന് മാത്രമാണ് വന്നു എങ്കിൽ ഞാൻ മനസ്സിലാക്കുക ഈ ജൻറക്കാത്തിലാണ് വലിയ വാല്യൂ ഉള്ളത്. എൻ്റെ എല്ലാ ഹദീസും എല്ലാ ഖുർആനും അതാണ് പരിപാടി. അപ്പോൾ ഇത് ഞങ്ങൾ റമദാനിൻ്റെ തുടക്കത്തിലെ ഉറപ്പിച്ച് വെക്കാം. ഇഖ്ലാസോടുകൂടെ അമലാക്കണം. അത് ഇഫ്താറാക്കുന്നതാവട്ടെ, സദക്ക കൊടുക്കുന്നതാവട്ടെ, സക്കാത്താവട്ടെ, എന്ത് വേണമെങ്കാവട്ടെ. ഒരു സാധുവായ ആൾക്ക് 10 രൂപ കൊടുക്കട്ടെ, മെയ്യാവും. പക്ഷേ മുഖ്ലിസീന ലഹുദ്ദീൻ ഇഖ്ലാസോടെ പണിയെടുക്കണമെന്നാണ് ഖുർആൻ ചൊല്ലുന്നത്. റമദാനിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണമായത് അൽ ഇഖ്ലാസ് 1. രണ്ടാമത് തൗബ. റമദാനിന് മുന്നലേ ആക്കണം. റമദാനിൽ പിന്നെ എപ്പോഴും തൗബാക്കടല്ലേ ആക്കണായതാണ്. റമദാനിന് മുന്നലേ തൗബാക്കിയിട്ട് റെഡിയാവുന്നതുകൊണ്ടാണ്. കാരണം നല്ല നല്ല അമലുകൾ ആക്കുള്ളതാണ്. അങ്ങനെ ആക്കുമ്പോൾ ഈ അമലിൻ്റെ സുരിരംഗത്തെ ബീത്രംഗത്തെ പാത്രം നല്ല ശുദ്ധിയാവും. അപ്പോൾ അതിക്കാണ് ചൊല്ലുന്നത് റമദാൻ സിദ്ധത്ത ക്ലാസിൻ്റെ എല്ലാം വെക്കിടല്ലേ എത്രമാവുന്നു സിദ്ധത്ത അവിടെ തയ്യാറി അവിടെ. എങ്ങനെ തയ്യാറി അവിടെ? തൗബ കൊണ്ട് തയ്യാറി അവിടെ. അപ്പം റമദാൻ പറയുമ്പോൾ ഈ നല്ല നല്ല അമലുകൾ ബീത്തും നല്ല കൽവ് ഇങ്ങനെ ശുദ്ധിയായിട്ടുണ്ടു. റമദാൻ വന്നിട്ടേ ചൊന്നെങ്കിൽ അത് ചിലപ്പോൾ ലേറ്റാവും. നല്ല ജ്യൂസ് കൊമ്പുണ്ട്, നല്ല മുന്തിയ പാനീയങ്ങൾ കൊമ്പെന്ന് വിചാരിക്കാം. കുറേ ആൾമാർ പാത്രമെല്ലാം ശുദ്ധിയാക്കിയിട്ട് മുന്നലേ റെഡിയാക്കിയിട്ട് വന്നാൽ അപ്പോൾ ബീത്തൊക്കെ സുലാഭം. എൻ്റെ പാത്രമേ ശുദ്ധിയായിട്ടില്ല, ഞാനിവിടെ കൽബ് വെച്ചെങ്കിൽ അവിടെ എത്തിക്കും പോയിട്ടിപ്പോൾ അവിടെ. അപ്പോൾ അതിക്കാണ് ചൊല്ലുന്നത് റമദാനിക്ക് മുന്നലേ ശുദ്ധിയാവും. ഇല്ലേ റമദാൻ ചൊല്ല നല്ല അമലുകൾ ബീത്തുള്ളതാണ്. അത് ബീത്തുമ്പോൾ ഫസ്റ്റിಗೆ എൻ്റെ ഹൃദയവും എൻ്റെ പാത്രവും ശുദ്ധിയുണ്ടായെങ്കിൽ തലവെച്ചില്ലാണ്ട് ബീത്തകവും. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഞാൻ ശുദ്ധിയാവൂടെ ഇക്കട്ട്. റമദാൻ നല്ല തൗബത്തുള്ളതാണ്, ശുദ്ധിയാവുള്ളതാണ്. ആരൊട്ടിയാണ് തൗബാക്കടെ പഠിച്ചോണ്ടൊട്ടിയെ നീനക്ക് മാപ്പാക്കണം. എത്ര വേണം ചെല്ല റബ്ബുരൊട്ടി എത്ര വേണം ദ്വാർക്ക. ഫസ്റ്റ് മനുഷ്യന്മാർ കൊടുക്കണമെങ്കിൽ ഹക്കെടുത്തോട്ടെല്ലാം റെഡിയാവും, ശുദ്ധിയാവും. ദോഷത്തിൽ നിന്ന് കേരിച്ചു വേണം ഇനി ഞാൻ തപ്പാക്കല്ല ആക്കിക്കൊണ്ടുള്ളെങ്കിൽ തപ്പെടുത്തൊട്ട് വിട്ടുനിൽക്കുക. ഈ അടുത്ത് നമുക്കൊരു മെസ്സേജ് ആക്കിയിട്ടുണ്ട് ഒരാൾ, ഞങ്ങൾ റമദാനിലുള്ള തൗബാക്കടല്ല ഉസ്താദ് തൗബ അഭിലാസരണ്യങ്ങളിലെ ചെന്തണ്ടാറ് ഞങ്ങൾ ചെല്ലാറ് കളവല്ല ഞങ്ങൾ ചെല്ലേണ്ട. അയാൾ ചോദിച്ചു കളവേ ചെണ്ടെല്ലാം ചെന്നെങ്കിൽ ഞാൻ കേരിച്ചു വണങ്ങുന്നു ചെല്ലാം. കേരിച്ചു വണങ്ങുന്ന 10 പേര് തപ്പാക്കടേ. പക്ഷെ അങ്ങനെ ആയതുകൊണ്ട് തൗബത്തെ തൊട്ട് വിട്ടു നിൽക്കുന്നുണ്ടില്ല. അയാളോട് ഉണ്ടാകുന്നില്ല. അയാളൊരു മത്സര ക്വസ്റ്റനാണ് കേട്ടേ. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ തൗബാക്കാം. ഇനി ഒരാൾ തൗബാക്കിയിട്ട് 10 പോയി തപ്പാക്കിയ കരുതിക്കൂട്ടിയാക്കണ്ട, തപ്പാക്കാൻ പേരിക്കാം. പക്ഷെ തപ്പാക്കരുത് റബ്ബുരൊട്ടിയെ വീണ്ടും അവന് റബ്ബുരൊട്ടി എന്ത് കേൾക്കാം? തൗബ കേൾക്കാം. നങ്ങാക്കിടങ്കത്തെ ഇസ്തിഗ്ഫാറെ ചിലപ്പോൾ ഇസ്തിഗ്ഫാർ അകത്തി നാൻ മാപ്പ് കേൾക്കിടതിക്ക് പഠിച്ചോണ്ടൊട്ടിക്ക് പറയാൻ മാപ്പ് കേൾക്കണം. ഞാൻ മാപ്പ് കേട്ടോണ്ടുള്ളേ കേരിച്ച് മടങ്ങുന്നു റബ്ബേ എന്ന് ചൊന്ന് പള്ളിയിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ എൻ്റെ തലൽ വേറെ മേയ്ക്ക് പോയിട്ട് ഓർത്തത് എന്തെല്ലാം സമാക്കവും ഉണ്ടാവണ്ടേ. പിന്നെ ഓർത്തത് അങ്ങനെ ആക്കുന്നുണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് എല്ലാം സന്തോഷവും കൊണ്ടു. അങ്ങനെ സന്തോഷവും അത് വെച്ചിട്ടായിട്ട് മുന്നൽ കേരിച്ച് മടങ്ങുന്നുണ്ട് ഇസ്തിഗ്ഫാറാക്കിയെങ്കിൽ ഈ ഇസ്തിഗ്ഫാറുനായി ഈ ഇസ്തിഗ്ഫാർ ಏನൊരു ഇസ്തിഗ്ഫാറിനകത്ത് ഇരിക്കേ ഉള്ളൂ. ആക്കിയ തപ്പുകളിൽ ഞാനിപ്പോൾ മാഫി കേൾക്കേ. ഇവിടെ മാഫി കേട്ടതിക്ക് വേറൊരു മാഫി കേൾക്കണമുള്ള എങ്കിൽ അവിടെ മഹാന്മാർ ചൊന്നാർ അങ്ങനെ ഇന്നെങ്കും നീ മാഫി കേൾക്കരുതല്ല നിപ്പാട്ടണ്ട. അപ്പോൾ അയാളുടെ ചോദ്യത്തിന് ആൻസറാണിത്. നാം പള്ളിയിൽ വെച്ചിട്ട് നീ ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ ചെല്ല എല്ലാവർക്കും ചെല്ലല്ലേ. പക്ഷെ അങ്ങനെ ചെല്ലുമ്പോൾ ചിലപ്പോൾ കളവായിട്ട് കളവും മനസ്സറിഞ്ഞിട്ട് ചെന്നെങ്കിൽ ശിക്ഷ കിട്ടും, അത് വേറെ വിഷയം. എന്നാലും പലപ്പോഴും നമ്മൾ പിന്നെയും തപ്പാക്കടല്ലേ വിചാരിച്ചിട്ട് മാഫ് കേൾക്കിടതരെ നിപ്പാട്ടമില്ല. എപ്പോഴും ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അപ്പോൾ ആൾമാരെ തൊട്ടുള്ള ഹക്കിടെ തൊട്ട് ഫസ്റ്റ് 10 പറ. പിന്നെ റബ്ബുടൊട്ടി ഇങ്ങനെ തൗബ കേട്ടോണ്ടിരിക്കുക. എത്ര പേര് റബ്ബുടൊട്ടിക്ക് ചെല്ലാണ്ട അവൻ മാഫ് തണ്ടെങ്കിത്ത ആളാണ്. ഞങ്ങളെ റബ്ബുടെ വക ഞങ്ങൾ മനസ്സിലാക്കിയിട്ടേ ഇല്ല. അവൻ അർഹമുർ റഹീമീനാണ്. ഒരു റമദാനിൽ 30 നാൾ അള്ളാഹുടെ മഹബത്തിൽ വയ്ക്കുകയാണ് ഞങ്ങളോട് ചെന്നരെ. അത് ഇനി എത്ര ചെന്നെങ്കിലും തീരാത്തതാണ്. അള്ളാഹു തആല വലിയ കാരുണ്യവാനാണ്. ഖുർആന്റെ തുടക്കത്തിലെ പരിപാടിയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടാണ്. ശിക്ഷിക്കട റബ്ബുണ്ടല്ല, കരുണ തണ്ടെങ്കിത്ത റബ്ബുണ്ടാണ്. ഈ റബ്ബുടെയാണ് ഞാൻ ഇങ്ങനെ പഠിച്ചപ്പോൾ ഞാൻ ഒരു തപ്പുവാക്കല. കരുണയുള്ള റബ്ബുടെ നിങ്ങൾ പരിപാടിക്ക് തപ്പാക്കലൻ കേൾക്കണ്ട. ഒരാൾമാരെ കൊച്ചാൻ അതായിട്ടിക്കൂ ശിക്ഷിക്കണം ചെല്ലണ്ടേ അടിക്കട നരകത്തെ ഇടാണ്ടല്ലേ ചെല്ലുണായേ പേടിപ്പാട്ടുണായേ അല്ല. കരുണയുടെ ബഗ്ഗയാണ് പരിപാട്ടുണേ.
കരുണയുള്ള എനിക്കെത്ത റബ്ബുടെ ഞാൻ പഠിച്ചെങ്കിൽ പിന്നെ ഒരിക്കലും നന്റെ റബ്ബു ഞാൻ തപ്പാക്കേയില്ല. പരിശുദ്ധ ഖുർആൻ ചൊല്ലും അവൻ ധാരാളം പുറത്തു കൊടുക്കണം എനിക്കെത്ത ആളാണ്. അൽ വദൂദ് ഭയങ്കര പെരുസത്ത ആളാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു 90-80 വർഷമായിട്ട് ഈ സെക്കൻഡിൽ നിനക്ക് തൗബത്തെ മനസ്സ് വന്നിട്ട് അള്ളാഹുവിൻ്റെ കൽബറിഞ്ഞിട്ട് ഉരുകിയിട്ട് കരഞ്ഞിട്ട് ഞാൻ കേട്ടെങ്കിൽ റബ്ബ് പുറത്തു തണ്ട അവൻ റഹ്മത്ത് നിറഞ്ഞെനിക്കെത്ത ആളാണ്, അർഹമുർ-റഹീമീനാണ്. അപ്പം റമദാൻ തൗബത്തുള്ള തിങ്കളാണ്. അള്ളാഹുവിൻ്റെ നിരന്തരമായിട്ട് തൗബ കേൾക്കാം. മനുഷ്യന്മാരെ പോലെയല്ല. മനുഷ്യന്മാർ ചിലപ്പോൾ ഒരു തപ്പാക്കിയിട്ടുണ്ടായി എത്ര വർഷമായി നമുക്ക് അത് നെനപ്പിക്കും, മറക്കാതെ ഒരു മഹല്ലത്തിൽ ഒരു 20 വർഷം ഉസ്താദ് നേതൃത്വം പേരിക്കാം. ഭയങ്കര ആളാണ്. ചക്കര, തേന്, പാല് അങ്ങനെ ഇങ്ങനെ കൈക്കാൽ വേണ്ടി പിടിക്കുക. 20ാമത്തെ വർഷത്തിൽ എന്തരമോ നയിത്തുള്ള അതിൻ്റെ പേരിൽ അയാളെ വിട്ട് 20 വർഷം അയാളാക്കിയ നന്മകളെല്ലാം ഒരു കണ്ണിലായിട്ട് പിന്നെ വിട്ടുപോയി തോക്കി. പിന്നെ ഈ നന്മ മനുഷ്യന്മാർക്ക് നനപ്പിക്കുന്നത് മാത്രം അയാളെ കുടുംബമുള്ള കാരണം എന്താ മനുഷ്യൻ നീ ഇപ്പം നാണനീയല്ല അങ്ങനെ സെയിം അത് മനുഷ്യന്മാരെയും സമാക്കൂ സാധ്യതയില്ല. അങ്ങനെ നന്ദിനാൾ വരെ അങ്ങനെ സ്വാഭാവിക. അതുക്കാണ് ഞാൻ ചൊല്ല ഈ മനുഷ്യരെ നമ്പണായത് അള്ളാഹുടെ മാത്രമാണ്. മനുഷ്യന്മാരുടെ നിരളും ചൊല്ലിയാച്ചമായി തണൽ മാത്രമാണ്. ഇതൊരു തണൽ മാത്രം. അത് എപ്പോൾ നീങ്ങിപ്പോവാത്ത എനിക്കെത്ത ഒരാളുള്ള റബ്ബ് മാത്രമാണ്. അവൻ മറക്കടാണ്. അവൻ പുറത്തു കണ്ടെനിക്കെത്ത ആളാണ്. രണ്ടാമത് ഓർമ്മക്കോ ഇല്ല. ഞാനിപ്പോൾ തൗബല്ലാക്കിയിട്ട് പഠിച്ചോണ്ട് പുറത്താൻ വിചാരിക്കാം. പിന്നെ അവൻ ഒപ്പിടുക നീ 10 വർഷം അങ്ങനെ ആക്കിയിട്ടില്ല. അതില്ല, അത് വിട്ടാ പഠിച്ചോ. ആ റബ്ബിടെയാണ് എന്ന് പഠിക്കണായ ഒരു ഉസ്താദ് ഉദാഹരണം ചെന്നിട്ട് അയാൾ കള്ള് ഷാപ്പ് കാണാൻ പോയി. എന്ത് ചെയ്യും? ചില്ലറക്കോ കള്ള് ഷാപ്പ് പോയിട്ട് വലിയ ആചാരൻ്റെ പേരില്ല. അയാൾ കള്ള് ഷാപ്പിൽ 10 പോകുമ്പോൾ അയാൾ തന്നെ നോക്കിയാൽ അയാൾ കള്ള് കുടിക്കുന്നു. ചെറുതാറില്ലേ നൗദുബില്ല അള്ളാഹു കാക്കട്ടെ. ഇയാൾ കള്ള് കുടിച്ചിട്ടല്ല. ഇയാൾ എന്തോ ചില്ലറക്ക് അവിടെ പോതീറാ. ഞാൻ ചില്ലറക്ക് പോയല്ലേ പിന്നെ ചെന്നിട്ട് കാര്യമില്ല. ആൾമാരനാകുന്നു മൂത്ത പിന്നെ സമാപ്പ് സാധ്യമേ അല്ല പൊയ്ത്തത്. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. അള്ളാഹു മരിക്കണത്തോളം ഞങ്ങൾക്ക് ഐസത്ത് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ പുറത്ത് വന്നിട്ട് കള്ളു കുടിച്ചിട്ടും പാസ്സാക്കിയാൽ വ്യക്തി അയാൾക്ക് തല വെച്ചിട്ട് റായ പൊട്ടുകൂ എവിടെയോ പോയി. ഒരു 20 വർഷം കഴിഞ്ഞിട്ടില്ല അയാൾ വിചാരിച്ചിട്ട് എൻ്റെ പണ്ടത്തെ റായത്ത് ഒന്ന് പോണല്ലേ. അയാൾ റായത്ത് നെനപ്പയത്ത് അങ്ങനെ റായത്ത് പോകാൻ തോന്നിങ്ങനെ വന്ന് റായത്തെ തെരുവെല്ലാം മറന്ന് റായം തേടി വന്നിട്ട് റായത്ത് തോടല്ലേക്കില്ല തോടര മുട്ടെത്തിയിട്ട് എല്ലാം മറന്നിട്ടിരിക്കും. ഗ്യാരണ്ടി ആരും നനപ്പിക്കാറ് പണ്ടത്തെ വിഷയം. അങ്ങനെ ഒരു തോടര മുട്ട പറയുമ്പോൾ 2 പെണ്ണിങ് അവിടെ തുണി കളിക്കൊണ്ടുള്ള അങ്ങനെ തുണി കളിക്കുമ്പോൾ അങ്ങനെ കൊണ്ട് ഇയാൾക്ക് കേൾക്കരുത്. അപ്പോൾ ഇങ്ങനെ മോളുടെ ബൈസറ വയ്ക്കാൻ കൊണ്ടുവരാം. അവൻ കൊണ്ടുമ്പോൾ ഒരു പെണ്ണിയെ ചൊല്ല എൻ്റെ മോൾ ഞാനെപ്പോൾ എത്ര വന്നുണ്ടാ പണ്ടൊരു ആചാരം കള്ളു കുടിച്ച് വന്നുണ്ടാ എനിക്ക് ഒരു കള്ള് ചപ്പ് പോയിട്ട് അത് കഴിയുമ്പോൾ ഡേറ്റ് ആക്കിയിട്ടാണ് എഴുതി വെച്ചത്. അവിടെ ഇല്ല ഇങ്ങനെ നോക്കുള്ള ഇയാൾ ഔട്ടനെ വരെ പോയിട്ട് വല്ലാത്ത മനുഷ്യന്മാർ പോവാൻ നോക്കൂ. നിങ്ങൾ ഈ തുണി കളിക്കുമ്പോൾ ഇങ്ങളെ നിനപ്പത് നന്റെ മോൾക്ക് എത്ര വർഷമായിട്ട് നിങ്ങൾ കറക്റ്റ് നനച്ചെൻ്റെ ഞാൻ പെത്രേ കള്ളു കുടിച്ചിട്ട് റായ കൊണ്ടെങ്കിൽ രാജാവ് അൻ്റെ പെത്രേ ചൊന്നപ്പം ഔട്ടനെ പോയിട്ട് മരിക്കണത്തോളം ആ രായത്ത് ഞാൻ പണ്ടില്ല. കാരണം മനുഷ്യന്മാർ വിടയില്ലേ പഠിച്ചോണ്ട് അങ്ങനെയല്ല. നിങ്ങളെ പാപ്പായും കൂടെ അല്ല എൻ്റെ പാപ്പായും കൂടെ അല്ലേ പെരുന്നാൾ ഞാൻ പലപ്പോഴും ഇവിടെ ചെന്നാൽ പെരുന്നാൾക്ക് നല്ലൊരു AC കൊമ്പന്ത് ഔത്തു അല്ലെങ്കിൽ നല്ലൊരു കൂളർ കൊമ്പന്ത് നല്ലൊരു കുർസ് കൊമ്പന്ത് വേദിക്കാം. നിങ്ങൾ മോൻ അതിനെ പൊട്ടുവാക്കിയ നല്ലൊരു ഗ്ലാസ് കൊമ്പന്ത് വേദിക്കാം. പൊട്ടുവാക്കിയാൽ വേദിക്കുക എന്തോ പൊട്ടിയത് അവൻ വേണമെങ്കിൽ പൊട്ടുവാക്കിയതല്ല പൊട്ടി പൊയ്ത്തത് എങ്കിൽ അപ്പം നാൾ പറയില്ല അവൻ തന്നെ പൊലിക്കുക വിനേന്ദ്ര പൊട്ടിത്തല്ലേ പൊട്ടുപൊട്ടി പിറ്റാമത്തെ പെരുന്നാൾ പറഞ്ഞ അതേ നില വെച്ച് അപ്പം ഞാനിപ്പോൾ അവിടെ ഗ്യാരണ്ടി അപ്പോൾ ചൊല്ലു കഴിഞ്ഞ വർഷം ഇതേ നല്ലല്ല എത്ര നല്ല ഗ്ലാസ് കൊമ്പന്ന് നല്ല ഗോഡ്രേജ് കൊമ്പന്ന് അതിൽ ഈ ചനി പിടിച്ചാൽ പൊട്ടുവാട്ടില്ല. അപ്പം ഈ അപ്പം മറക്കരേ ഇല്ല മരിക്കുന്നോടത്തോളാം. അപ്പം നാം വിചാരിച്ചത് എൻ്റെ അപ്പക്കല്ലേ നല്ല വിസ ശരി ദുനിയാവുടെ വിസയാണ്. അപ്പം നല്ല വിസാണ് എന്നാലും അതിനെ നോക്കിക്കൊണ്ടിരിക്കണപ്പ. പക്ഷെ എൻ്റെ റബ്ബ് ഒക്കാലവാ ആ റബ്ബടെയാണ് പഠിക്കണേ. ഞങ്ങൾ വെറുതെ ആരാരോ പൂജാക്കിട്ട് പോയാൽ വെറുതെ ആരാരൊട്ടിയെ സമസ്യയുണ്ട് ആരാരൊട്ടിയെ ബേജാർ തോന്നുന്നു. അപ്പം ഇപ്പോൾ ഞാൻ വീട്ടിൽ കുറേ ആൾമാർ ചെന്നാൽ അയാൾ അങ്ങനെ ചൊന്തു ഇയാൾ ഇങ്ങനെ ചൊന്നു അയാൾ അങ്ങനെ ചൊന്തു ഇയാൾ ഇങ്ങനെ ചൊന്നു ഞങ്ങൾ ചെല്ലുവാനാണ് കാക്കരായിട്ടിരിക്കും ഞങ്ങൾ ചെല്ലാതെ അള്ളാഹു ഞങ്ങളെ കാത്തിരേക്കുമാറാവട്ടെ. അങ്ങനെ ചൊത്തു ഇങ്ങനെ നിങ്ങൾ ഒരാളൊട്ടിയെ സമസ്യ ചൊന്നെങ്കിൽ അയാൾ അവിടെ നിപ്പാട്ടില്ല അയാൾ 100 ആളൊട്ടിയെ പോയിട്ട് ചെല്ല്. ഇതല്ലേ മുസീബത്ത്. അപ്പോൾ ഞാൻ സമസ്യ ചൊല്ലണായത് എൻ്റെ റബ്ബുടട്ടിയല്ല യാ റബ്ബി. ഞാൻ സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു ഒരു സംഭവം വായിച്ച സഈദ് ഇബ്നുൽ ആസ് പ്രസിദ്ധനായ സഹാബിയാണ്. വലിയ ധർമ്മിഷ്ഠനാണ്.
അയാൾ ഇൽമു പഠിപ്പാട്ടിലെങ്കിലത്തെ ശിഷ്യന്മാരിൽ ആലിമീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് വലിയ പ്രയാസം വന്നപ്പോൾ അയാളെ പെഞ്ഞായി ചൊന്തു. സഈദ് ഇബ്നുൽ ആസ് വലിയ കൊടുക്കുന്ന ആളല്ലേ, അയാളൊട്ടി നീ ഒന്ന് പോയി ചൊല്ലറു. ഒരു മുഅ്മിനീങ്ങളായ ആൾമാർ മനസ്സിനെ നോക്കൂ. പെഞ്ഞായി ചൊന്തു മാപ്പിള കെട്ടിയ നീ ഒന്ന് പോയി ചെല്ലറു. ഇയാൾ ചൊന്തില്ല. മനുഷ്യന്മാരോട് ചൊല്ലുന്ന സാധ്യമില്ല, അത്ര ബേജാറാവും. കണ്ടറിഞ്ഞിട്ട് ആരെങ്കിലും തന്നാരെങ്കിലും ഓക്കെ. അതേ സമയത്ത് ഞാൻ ചെല്ലാല, ഞങ്ങളുടെ ഒരു ടീമേ ഞാൻ ചെല്ലും. അങ്ങനെ ആയിട്ട് അതൊരു മദ്ഹബാവാം. അള്ളാഹു ഞങ്ങളെ സഹായിക്കുക. അങ്ങനെ എന്തായാലും പെഞ്ഞായി പോയിട്ടില്ല, നീ ചൊല്ലറു. ഇത്ര പ്രയാസത്തിൽ ഞങ്ങൾ ബുദ്ധിമുട്ടുള്ളല്ലേ. അങ്ങനെ ഒരു നാൾ അയാൾ മജ്‌ലിസിൽ ഇയാൾ പോയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ വായ്മല്ലേ ഇയാൾ ചൊല്ലു വായ്മണ്ട്. അങ്ങനെ ആൾമാരെല്ലാം പോയാൽ ഇയാൾ മാത്രം ബാക്കി. സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സഹാബിയുടെ അടുത്ത് ഇങ്ങനത്തെ രചിച്ചാറ് മുണ്ടേ ഇല്ലയാ. അപ്പം ഇയാളെ പറയും പണിക്കാരെ പുറത്ത് കാട്ടി, നാനും നിങ്ങൾ മാത്രമേ ഇപ്പോൾ ഇപ്പം ചെല്ലല്ലേ എനിക്ക് അപ്പം ചൊല്ലൂല്ല. ഇയാൾ ചൊല്ലുമെന്ന് ഇയാൾ വായ്മണ്ട്. റബ്ബുടട്ടിയെ മാത്രം ചൊന്ന് ശീലിച്ചെങ്കിട്ടവരാൾ ഞാൻ എന്നൊരു മഹ്ലൂഖുടട്ടിയെ ചെല്ലട്ട് ഇങ്ങനെ വെച്ചു. ലാസ്റ്റ് ലൈറ്റ് കത്തിയുണ്ട്, ഇത് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള സൈഡ് ലാസ്റ്റ് എന്ന് ഇപ്പം ചൊല്ലുന്നു. ഞാൻ ഇപ്പം ജിമ്മ അതെ കാണണ്ടല്ലോ. അപ്പം ഇയാൾ ചൊല്ലു ആവശ്യം അത്ര അങ്ങനെ അവൻ നൻ്റെ വക്കീൽ നിങ്ങളെ കാണും, നൻ്റെ ആൾ നിങ്ങളെ കണ്ട് നൻ്റെ PA അപ്പോൾ നിങ്ങൾ അയാളെ ബന്ധപ്പെടുന്ന ചൊല്ലും. അപ്പം പിന്നെ വക്കീൽ ഇയാളെ വന്നിട്ട് ചൊന്തു ചെമ്മ സാധനങ്ങളുണ്ട് കൊമ്പോകു പൊറുക്കോ പറ്റിയെങ്കിൽ ആളെ റെഡിയാക്കോ പുറത്തു പോകും ഔത്തു. അപ്പോൾ ഇയാളെന്താ ഇയാൾ ചെങ്കേറ്റ് ഇയാൾ ഔത്തു വന്ന് പെണ്ണായിട്ട് ടീച്ചർ എൻ്റെ മര്യാദ എടുത്തല്ല നീ നൻ്റെ ഇത് പോയി തങ്ങനെ പെണ്ണായിട്ട് പറഞ്ഞിട്ട് ചൊന്തു പൊറുക്കുക ആൾ വീണുള്ള. അയാളിപ്പോൾ കുറേ ഗോധി ഭക്ഷണമെല്ലാം തൻ്റെ ആയിട്ടേക്ക് പുറത്തു പോകും. എന്താ പൊറുക്കുക ആളില്ലല്ലോ ഞങ്ങളൊട്ടി ആളുണ്ട്. അങ്ങനെ പോയിട്ട് അപ്പോൾ ഇയാൾ സഈദ് ഇബ്നുൽ ആസ് കൊണ്ടായിട്ട് ഇയാളൊട്ടി ആളും ഇല്ല. അപ്പോൾ അയാളെ 3 ദാസന്മാരെ റെഡിയാക്കിയിട്ട് അടിമകൾ 3 ആളെ തലമേൽ 3 കെട്ടുണ്ട്. ഇത് പുറത്തു പോകുകൊണ്ട് ഇയാൾ ഔത്തു പോയാൽ ആരും കൂടെ ഔത്തു പോയാൽ പോയി നോക്കുമ്പോൾ ഓരോ കെട്ടിൽ 10,000 ദിർഹമാണുള്ള പൈസ നാണ്യങ്ങൾ. ഇത് പുറത്തു ഒത്ത 10,000 ദിർഹം, 30,000 ദിർഹം. ഇത് ലൈഫ് ലോങ്ങല്ല എത്രമോ അയ്യോ. പിന്നെ ഇങ്ങ പോകേണ്ടത് കണ്ടില്ല ഈ അടിമ. അപ്പം നിങ്ങൾ വെച്ചാറല്ല ഇങ്ങ പോകും ചെന്നുമ്പോൾ ഇല്ല ഞങ്ങൾ പോകണ്ടില്ല, ഞങ്ങൾ നീക്കേണ്ടി ചൊന്നേ. കാരണം ഞങ്ങളെ നേതാവുടെ സ്വഭാവം എന്തിനും ചൊന്നെങ്കിൽ ഒരു അടിമടൊട്ടി ഒരു സാധനം കടത്തി ആ അടിമയും സാധനം എല്ലാം അനക്കേൻ. ഇപ്പം നോക്കുമ്പോൾ ഇയാൾ വലിയ മുതലാളിയായി പോയിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പം ഞാൻ ചെന്നത് അള്ളാഹുടെയാണ് ചങ്ങായിയാക്കണേന്ന് ചൊന്നത്. അത് റമദാൻ നല്ല സൂക്താണ്. ഇത്തഖില്ലാഹ സ്വാഹിബ, നിന്റെ റബ്ബുടെ നീ ചങ്ങായിയാക്ക് തൗബാക്കിയാവും അള്ളാഹു പുറത്തു കൊടുക്കണം. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. സൂറത്തുൽ ഫുസ്സിലത്തിൽ കാണും ഈ ആയത്തുണ്ട്. അള്ളാഹു ചൊല്ലെ തൗബാക്കിയെങ്കിൽ അള്ളാഹു അവനെ സ്വീകരിക്കണം. ആമന ഈമാൻ വേണു, സൽക്കർമ്മങ്ങളാക്കണു. അങ്ങനെ ആക്കിയെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം ചൊല്ലണ അതിൻ്റെ ആയത്താണ് ഈ ആയത്തോടെ അർത്ഥം ചൊന്നതൊക്കെ നിങ്ങൾ സീറന് വാങ്ങിത്തരണോ ചിലപ്പോൾ നമുക്ക്. കാരണം ഖുർആനിൽ അത്ര പ്രതീക്ഷ ഉള്ളെങ്കിൽ ആയത്ത് വേറെ ഇല്ലേണ്ട. ഇല്ലാമൻ താബ വആമന വഅമില അമലൻ സാലിഹൻ, തൗബാക്കിയിട്ട് ഈമാനോടെ സൽക്കർമ്മങ്ങളാക്കണമെങ്കിൽ താൽമാരെ ഞാൻ സ്വീകരിക്കണേ. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അല്ലാഹു അക്ബർ ചൊല്ലു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ജല്ലങ്ങനെ ഒന്നുണ്ട 80 വർഷമായിട്ട് 100 വർഷമായിട്ട് ഇണ്ട് നക്ക് തൗബത്തെ മനസ്സായിട്ട് ഇത്രത്തോളം ഞാൻ തമ്മാടിയാണ് തപ്പ് മാത്രമാണ് ആക്കിയത് എങ്കിൽ നന്റെ തൗബ അല്ലാഹു സ്വീകരിക്കട. അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റനിക്കൂ, 80 വർഷത്തെ ഞാൻ നല്ലതെന്തോ ആക്കിയിട്ടില്ലല്ലേ, അതെല്ലാം പുറത്തത് ശരി, പക്ഷെ അവിടെ സൽക്കർമ്മങ്ങളില്ലല്ലേ, ബ്ലാങ്ക് അല്ലേ, ഒരു നല്ല അമലില്ലല്ലേ കേട്ടെങ്കിൽ അള്ളാഹു ചൊല്ല നീനാക്കിയും കേട്ടാ വെടക്കടെ എല്ലാം നല്ലതാക്കി ഞാൻ ചിട്ടാക്കടേ. ഇങ്ങനെ ഒരു മുതലാളിയുടെ ലോകത്ത് നിങ്ങൾക്ക് കാട്ടൂ സാധ്യമോ? ഇതെത്ര വലിയ കാരുണ്യവാനായ റബ്ബാണ്. 80 വർഷം നാനാക്കിയെത്ത കള്ളുകുടികളായിരിക്കും, തമ്മാടിത്തരങ്ങളായിരിക്കും, വെടക്കായിരിക്കും, കളവായിരിക്കും. ആത്മാർത്ഥമായി ഞാൻ തൗബാക്കിയെങ്കിൽ സൽക്കർമ്മങ്ങളില്ലാത്ത നക്ക് അതേ കള്ളുകൂടി സൽക്കർമ്മമായിട്ട് മാത്രം ചൊന്നത് ഖുർആനാണ്. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഈ ചൊന്ന തപ്പുട നല്ലതാക്കി അള്ളാഹു ബദലാക്കട. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. ആ റഹ്മുർ റഹീമീനായ റബ്ബുടെ പഠിക്കൂ അള്ളാഹു നമുക്ക് വാക്യം തരട്ട്. പരിശുദ്ധമായ റമദാൻ അതുക്കുള്ളതാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ ഈ സദസ്സ് നീ കബൂലാക്കണം റഹ്മാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഞങ്ങളുടെ മദ്രസയിൽ പഠിച്ചെങ്കിൽ പെണ്ണത് തീവ്രമായ രോഗമുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബേ, നീ ശിഫയാക്കണം റഹ്മാനെ. ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ
ഞങ്ങളെയും അവരെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന മുഴുവൻ മോമിനീങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണം റഹ്മാൻ. നാം ഈ പറഞ്ഞതെല്ലാം നാളെ മീസാനിന്റെ തട്ടിൽ വലിയ ഭാരമുള്ള സൽക്കർമ്മമായി നീ കബൂലാക്കണം റഹ്മാൻ. മാരകമായ രോഗങ്ങൾ, പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങൾ, വേദനിപ്പിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. മരിക്കുന്നത് വരെ ആഫിയത്ത് നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണം റഹ്മാനെ. കിടത്തത്തിലാകുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ റഹ്മാൻ. ഞങ്ങളെ നീ നിത്യരോഗികളാക്കല്ലേ റഹ്മാനെ. ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകരുതേ റഹ്മാനെ. അർഹമുർ-റഹീമീനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങൾ ഭാര്യ, സന്താനങ്ങൾ, കുടുംബക്കാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഈ നാട്ടുകാർ, ഈ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങൾ, നാട്ടിലുള്ളവർ, വിദേശത്തുള്ളവർ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. ഈമാനും തഖ്വയും ആഫിയത്തും ഇസ്സത്തും സന്തോഷവും നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ സ്വഭാവങ്ങളെ നീ നന്നാക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാൻ. നാം ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകൾ നീ കബൂലാക്കണം റഹ്മാനെ. അതിന് നീ വലിയ ഇഖ്ലാസ് നൽകണം റഹ്മാനെ, ലദ്ദത്ത് നൽകണം റഹ്മാനെ. പരിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തിത്തരണം റഹ്മാൻ. ഞങ്ങളെ കടങ്ങളെ നീ വീട്ടിത്തരണം റഹ്മാൻ. ഞങ്ങളെ ആവശ്യങ്ങളെ നീ പൂർത്തിയാക്കണം റഹ്മാൻ. നമുക്ക് വേണ്ടതെല്ലാം റബ്ബാവുന്ന നീ പൂർത്തിയാക്കണം റഹ്മാൻ. നിന്റെ മഹത്വം പറഞ്ഞ, നിന്റെ റഹ്മത്ത് പറഞ്ഞ സദസ്സ് റബ്ബേ ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാൻ. നിന്റെ മഹബ്ബത്ത്, മഅരിഫത്ത് ഞങ്ങളെ ഖൽബിലേക്ക് നൽകണം റഹ്മാൻ. നീ പൊരുത്തപ്പെട്ട നിന്റെ സജ്ജനങ്ങളായ ഇബാദുകളിൽ ഞങ്ങളെ നീ പെടുത്തിത്തരണം റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ കുടുംബക്കാർ, അവരുടെ എല്ലാം ഖബർ നീ സ്വർഗമാക്കണം റഹ്മാൻ. അവരെയും ഞങ്ങളെയും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാരിലായി സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ